ഗുഡ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് മൊഡ്യൂൾ 5 യൂറോസെൻട്രിസിസം ഓറിയൻ്റലിസം ആണ്. യൂറോസെൻട്രിസിസം ആൻഡ് ഓറിയൻ്റലിസം. പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് ക്രിറ്റിക്കലി എക്സ്പ്ലോർസം. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് കൊളോണിയലായിട്ടുള്ള പഠനങ്ങൾ, അതായത് കോളനിവൽക്കരണത്തിന് ശേഷം ഉള്ള ആ പഠനങ്ങൾ നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്, തുറന്ന് കാണിച്ചിരുന്നുണ്ട്. എങ്ങനെയാണ് ഇമ്പീരിയലിസ്റ്റ്, അതായത് യൂറോപ്യൻ പവേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പവേഴ്സ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ കോളനിവൽക്കരണത്തിന് കാരണമാകുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പ്, അവരുടെ കൾച്ചറൽ സുപ്രീമസി എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരം മാത്രമാണ് ഉയർന്ന സംസ്കാരം, ബാക്കിയുള്ളവരുടെ ഒന്നും സംസ്കാരത്തിന് വാല്യൂ ഇല്ല. ആ ഒരു രീതിയാണ് കൾച്ചറൽ സുപ്രീമസി എന്ന് പറയുന്നത്. അതിവിടെ ജോസഫ് ഏർണസ്റ്റ് റെനൻ എന്ന് പറഞ്ഞ ആൾ നമുക്ക് ശരിക്കും എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് വ്യക്തികളുടെ പേരുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഏർണസ്റ്റ് റെനൻ, തോമസ് ബാമിങ്ടൺ, മെക്കൗളെ, റൂഡിയാർഡ് കിപ്ലിംഗ് ആൻഡ് അതേഴ്സ്. ഇവരൊക്കെ എങ്ങനെയാണ് വെസ്റ്റിൽ മാത്രമുള്ള കൾച്ചറൽ സുപ്രീമസി, വെസ്റ്റിൻ്റെ യൂറോപ്പിൻ്റെ കൾച്ചർ മാത്രമാണ് ഏറ്റവും ഉയർന്നത് എന്നുള്ള രീതിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു പോസ്റ്റ് കൊളോണിയലിസം ഒരു ക്രിറ്റിക്കൽ തിയറി ആയിട്ട് മാറുന്നത് കൊളോണിയൽ ഡിസ്കോഴ്സസിൽ വരുന്ന സ്കോളേഴ്സായിട്ടുള്ള ഫ്രാൻസ് ഫാനൻ, എഡ്വേർഡ് സെയ്ദ്, ഗായത്രി ചക്രവർത്തി സ്പിവാക്, ബിൽ ആഷ്ക്രാഫ്റ്റ്, ഹോമി കെ ബാബ, അജാസ് അഹമ്മദ് ഇവരുടെയൊക്കെ സംഭാവനയിലൂടെയാണ് നമുക്ക് പോസ്റ്റ് കൊളോണിയലിസത്തെ പറ്റി കാര്യങ്ങളൊക്കെ അറിയുന്നതും കൂടുതൽ അതൊരു ക്രിറ്റിക്കൽ തിയറി ആയിട്ട് മാറുന്നതും. ഇവരുടെയൊക്കെ വർക്ക്, ഈ പറഞ്ഞവരുടെയൊക്കെ വർക്കുകൾ കൊളോണൈസേഴ്സിൻ്റെ അവസ്ഥ, കൊളോണൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ബ്രിട്ടീഷുകാർ, യൂറോപ്യൻസ് അല്ലേ. കൊളോണൈസേഴ്സിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ്, അവരുടെ പൊസിഷൻ എങ്ങനെയാണ്, അവർ ഏതൊക്കെ രീതിയിലാണ് കൊളോണൈസേഷനെ ന്യായീകരിക്കുന്നത്, അവരെങ്ങനെയാണ് ഉയർന്ന രീതിയിൽ ഭരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദ കൊളോണൈസിങ് പീപ്പിൾ ആർ ആക്ച്വലി ബേർഡനിങ് ദംസെൽഫ് വിത്ത് ദ ടാസ്ക് ഓഫ് സിവിലൈസിങ് ദ അൺസിവിലൈസ്ഡ്. ഇവിടെ കൊളോണൈസേഴ്സ്, അതായത് ബ്രിട്ടീഷുകാർ പോലുള്ള ആളുകൾ പറയണത് ഞങ്ങൾക്കൊരു ഭാരമാണ്, എന്താണ് ഈ കോളനീസിൽ ഇവരായിട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന കോളനീസിലെ ആളുകളൊക്കെ അൺസിവിലൈസ്ഡ് ആണ്, അവർക്ക് യാതൊരു രീതിയിലുള്ള സിവിലൈസേഷനും ഇല്ല, ഒരു കൾച്ചറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവരെ സിവിലൈസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, അതായത് വെസ്റ്റിലെ യൂറോപ്യൻസിൻ്റെ ഡ്യൂട്ടിയാണ്, അത് ഞങ്ങൾക്കൊരു ഭാരമാണ് എന്നൊക്കെ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ തിയറീസ് ലൊക്കേറ്റ് ദ സെൻട്രാലിറ്റി ഓഫ് ലാംഗ്വേജ് ഇൻ പെർപ്പച്വേറ്റിംഗ് ആൻഡ് നോർമലൈസിങ് ദ കൊളോണിയൽ റൂൾ. പബ്ലിക്കേഷൻ ഓഫ് ഒരു വർക്കിൻ്റെ പറ്റി പറയുന്നുണ്ട് ഇവിടെ. ആ വർക്ക് ഫ്രാൻസ് ഫാനൻ്റെ വർക്കാണ്. ദ വ്രച്ചഡ് ഓഫ് എർത്ത് എന്നാണ് ആ വർക്കിൻ്റെ പേര്. 1961 അത് വരുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ 1967. ഇതൊരു പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രാൻസ് ഫാനൻ്റെ ദ വ്രച്ചഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. ഈ ഫ്രാൻസ് ഫാനൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു, ഒരു വിപ്ലവകാരിയും കൂടിയായിരുന്നു. ഫാനൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വികസിപ്പിക്കുന്നുണ്ട് ഹിസ് ഒബ്സർവേഷൻസ് ഓഫ് ഫ്രഞ്ച് റാസിസം ടു സ്റ്റഡി ഓഫ് ഫ്രഞ്ച് കൊളോണിയലിസം. ഫ്രഞ്ച് കൊളോണിയലിസത്തെ പറ്റി പഠിക്കാനായിട്ട് ഫ്രഞ്ച് വർഗീയത അല്ലെങ്കിൽ ഫ്രഞ്ച് റാസിസത്തെ പറ്റി ഒബ്സർവേഷൻസ്, നിരീക്ഷണങ്ങളൊക്കെ ഫാനൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ കൺസെപ്റ്റ്സുകൾ അദ്ദേഹത്തിൻ്റെ എസ്സേയിലൂടെയും നോട്ട്സിലൂടെയൊക്കെ കളക്ട് ചെയ്ത് ഒരു ബുക്കിൽ പറയുന്നുണ്ട്. ദ മാനിപ്പുലേഷൻ ഓഫ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് ദ കൊളോണൈസ്ഡ് ബൈ ദ കൊളോണൈസർ. എന്താ പറയുന്നത്, ഏതൊക്കെ രീതിയിലാണ് മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ കൊളോണൈസർ എന്ന് ഞാൻ ആരാണ്, ഈ ബ്രിട്ടീഷുകാർ പോലെയുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നത് കൊളോണൈസ്ഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളനിയിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ മൊത്തത്തിലുള്ളൊരു വ്യക്തിത്വത്തെ ഏതൊക്കെ രീതിയിലാണ് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നത് കൊളോണൈസർ എന്ന് വ്യക്തമായിട്ട് ഈ എസ്സേയിൽ ഫ്രാൻസ് ഫാനൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ദ നീഡ് ടു ഫോം എ നാഷണൽ ഐഡൻറ്റിറ്റി എഗെയിൻസ്റ്റ് കൊളോണിയലിസം. അവിടെ ഫ്രാൻസ് ഫാനൻ പറയുന്നുണ്ട് അവിടെ കൃത്യമായിട്ടൊരു ദേശീയ ബോധം ആവശ്യമാണ്, എന്നാലാണ് ഈ കൊളോണിയലിസത്തെ നമുക്ക് എതിർക്കാനായിട്ട് സാധിക്കുള്ളൂ. He posits that under colonialism, the human subject is deprived of the position.
ഫ്രാൻസ് ഫാനം പറയാണ്, കൊളോണിയലിസത്തിൻ്റെ കീഴിൽ, ഒരു കൊളോണൈസറിൻ്റെ കീഴിൽ സാധാരണ മനുഷ്യന് അവൻ്റെ പൊസിഷനും അവൻ്റെ മനുഷ്യനാണെന്നുള്ളത് പോലും നഷ്ടപ്പെടുകയാണ്. അവൻ വെറും ഒരു വസ്തു, ഒബ്ജക്റ്റായിട്ട് മാറുകയാണെന്ന് പറയുകയാണ്. ദിസ് നെഗറ്റീവ് വാല്യൂ, ഈ നെഗറ്റീവായിട്ടുള്ള മൂല്യം കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഐഡൻറ്റിറ്റി ഓഫ് കൊളോണൈസ്ഡ്. അപ്പോൾ കൊളോണൈസ്ഡ് ആയിട്ടുള്ള ആളുടെ അവിടുത്തെ വ്യക്തിത്വം അവിടെ നഷ്ടപ്പെടുകയാണ്. ഇൻഫാക്ട് സത്യം പറയുകയാണെങ്കിൽ കൊളോണിയൽ സബ്ജക്ട്സ് ഐഡൻറ്റിറ്റി ഈ സബ്ജക്ട് ഷേപ്ഡ് ആസ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി based not on the life and experience of the colonized subject but on what the colonizers' depiction of it. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോളനിയിലുള്ള ആളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിലുള്ള അയാളുടെ ജീവിതവും അയാളുടെ അനുഭവങ്ങളും ഒന്നുമല്ല അവിടെ തുറന്ന് കാണിക്കുന്നത്. അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കൊളോണൈസ്ഡ് ആയിട്ടുള്ള കൊളോണൈസർ കൊടുക്കുന്ന വ്യക്തിത്വം മാത്രമാണ് ആ വ്യക്തിക്ക് പിന്നെ കിട്ടുന്നത്. വെറും ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ടത് മാറുന്നു. പിന്നെ കൊളോണൈസർ പറയുന്ന ആ ഒരു വ്യക്തിത്വവും രൂപവും ഭാവവും അനുഭവവും ജീവിതവുമാണ് ആർക്ക് ഉണ്ടാവുക? ആ ഒരു എന്താ പറയുക, കൊളോണൈസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഉണ്ടാവുക. ഹി ഇലാബറേറ്റ്സ് ഇറ്റ്സ് ആൻഡ് കോൺസിക്വൻസസ് ഇൻ ഹിസ് ഏർലിയർ ബുക്ക്. ഇതിനെ പറ്റിയിട്ട് ഫ്രാൻസ് ഫാനൻ ഒന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ അനന്തര ഫലങ്ങൾ പറയുന്നുണ്ട്. മുൻപ് എഴുതിയൊരു ബുക്കായിട്ടുള്ള ബ്ലാക്ക് സ്കിൻ ആൻഡ് വൈറ്റ് മാസ്ക് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നുണ്ട്. അത് 1952 ഫാനൻ എഴുതുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് 1986 വരുന്നു. ഈ ഒരു ദ വ്രച്ചഡ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞതിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഫ്രാൻസ് ഫാനൻ്റെ ബുക്കിൽ 4ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരു നാഷണൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ദേശീയമായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കുക, ആ ഒരു സംസ്കാരം കൊളോണൈസർക്ക് എതിരായിട്ട് മാറുക. അങ്ങനെ എങ്ങനെയാണ് കൊളോണൈസ്ഡ് ഇൻ്റലക്റ്റ് ഓഫ് നാറ്റീവ് ഇൻ്റലക്ച്വൽസ്, നാറ്റീവായിട്ടുള്ള ആ ഒരു രാജ്യത്ത് ജീവിക്കുന്നവർക്ക് പോലും ബുദ്ധി കുറച്ചും കൂടെ മനസ്സിലാക്കുക, ഞങ്ങളുടെ കൾച്ചർ സംരക്ഷിക്കപ്പെടണം എന്നൊരു ചിന്തയിലേക്ക് എത്തിക്കുക എന്നൊക്കെ ഈ ഒരു ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എ ഡൈനാമിക് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് നാഷണൽ കൾച്ചർ. അപ്പോൾ പറയാണ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ, മാറിക്കൊണ്ടിരിക്കേണ്ട. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആരെയും ആശ്രയിക്കാതെ നിൽക്കുന്ന, ആരെയും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന ഒരു ദേശീയമായിട്ടുള്ള സംസ്കാരം വേണം, ഒരു സാംസ്കാരികമായിട്ടുള്ള വ്യക്തിത്വം വേണം. അത് നിർബന്ധമായിട്ടും വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്രാൻസ് ഫാനൻ പറയുന്നത്. എ ഗോയിങ് ബാക്ക് ടു ഇൻജീനിയസ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. ഇൻജീനിയസ് കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പാരമ്പര്യമായിട്ടുള്ള സാംസ്കാരിക വ്യക്തിത്വം. ഡിപ്പെൻഡൻസ് ഓഫ് നാറ്റീവ് ഇൻ്റലക്ട്സ് വുഡ് ബി ഡിസൈറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റേസിനും അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്, മൂല്യങ്ങളുണ്ട്, അത് വിശ്വാസങ്ങളുണ്ട്. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് ഈ ഒരു കൊളോണൈസേഷൻ്റെ ഭാഗമായിട്ട്. അതെപ്പോഴും ഓരോ രാജ്യവും കാത്ത് സംരക്ഷിക്കണം, അവരുടെ പൗരർ അത് കാത്ത് സംരക്ഷിക്കണം എന്നാണ് ഫ്രാൻസ് ഫാനൻ പറയുന്നത്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് നാഷണൽ ഐഡൻറ്റിറ്റി വിൽ ബി ഫോർമുലേറ്റഡ് ഫ്രം ദ കൾച്ചർ ഓഫ് മാസസ് വിച്ച് വിൽ ബി എസെൻഷ്യലി ആൻറ്റി കൊളോണിയൽ. അങ്ങനെ ഓരോ രാജ്യത്തിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വം വരികയാണെങ്കിൽ, അവരുടെ സംസ്കാരം സംരക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൊളോണിയലിസത്തിന് എതിരാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ എഡ്വേർഡ് സെയ്ദിൻ്റെ വർക്കിനെ പറ്റി പറയുന്നുണ്ട്. എഡ്വേർഡ് സെയ്ദിൻ്റെ വർക്കിൻ്റെ പേരെന്താ, ഓറിയൻ്റലിസം. 1978 വരുന്നത്. പ്രസൻസ് ദ ഐഡിയ ഓഫ് ഓറിയൻ്റലിസം. ഓറിയൻ്റലിസത്തിൻ്റെ ഐഡിയ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ എഡ്വേർഡ് സെയ്ദ് ഓറിയൻ്റലിസത്തെ നിർവചനം കൊടുക്കുന്നുണ്ട്. സെയ്ഡ്സ് ഡിഫൈൻസ് എന്താ പറയുന്നത്, ഓറിയൻ്റലിസം ആസ് ദ വേർസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓറിയൻറ്റ് ഓർ ദ കൊളോണൈസ്ഡ് കൺട്രീസ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക. എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ കീഴിലുള്ള കോളനി രാജ്യങ്ങളായിട്ടുള്ള ഏഷ്യ, ആഫ്രിക്ക അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അവരെ പറഞ്ഞ് നമുക്ക് തരുന്നത്, അതിനെയാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, സെയ്ദിൻ്റെ അഭിപ്രായത്തിൽ, ഓറിയൻ്റലിസം ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് ഓപ്പോസിറ്റീവ്നെസ് ടു ദ വെസ്റ്റ്. ഓറിയൻ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ, വെസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്, ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഈസ്റ്റ് ആയിരിക്കും, ഈസ്റ്റിൻ്റെ കൾച്ചറായിരിക്കും, ഏഷ്യ, ആഫ്രിക്ക പോലത്തെ ആളുകളുടെ കൾച്ചറായിരിക്കും. ഓറിയൻ്റലിസം ഈസ് ദ ഇൻഫീരിയർ, അത് താഴ്ന്നതായിരിക്കും, എപ്പോഴും വെസ്റ്റിൽ നിന്നും ഇൻഫീരിയർ ആയിരിക്കും. വെസ്റ്റിന് നമ്മളെന്തെന്നാ പറയുക, ഓക്സിഡൻ്റൽ. വെസ്റ്റ് ഓക്സിഡൻ്റലും ഈസ്റ്റ് ഓറിയൻ്റലുമാണ്.
ഓറിയൻ്റലിസം എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ അല്ലെങ്കിൽ അതർ ആയിരിക്കും ഓഫ് ദ വെസ്റ്റ്. ഇവിടെ ഓറിയൻ്റലിസ്റ്റുകൾ ഇവിടെ പറയുന്നത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കൾച്ചേർഡാണ്, ഭയങ്കര സംസ്കാരമാണ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഭയങ്കര കൾച്ചേർഡാണ്, എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസ സമ്പന്നരാണ്, പ്രോഗ്രസീവ്, പുരോഗമനവാദികളാണ്. ഇറ്റ് ഈസ് ദ സീറ്റ് ഓഫ് ഓൾ നോളേജ്, എല്ലാ അറിവിൻ്റെയും സീറ്റാണത്. ലോർഡ് മെക്കോളെ പറഞ്ഞ പോലെ എല്ലാ നോളേജും അറിവിൻ്റെയും സീറ്റാണത്. ഓറിയൻ്റ് ഈസ് ദെൻ സീൻ ആസ് മിസ്റ്റീരിയസ്. അതേസമയം ഓറിയൻറ്റിൻ്റെ അവസ്ഥ എന്താ, ഈസ്റ്റിൻ്റെ അവസ്ഥ എന്താ, മിസ്റ്റീരിയസ് ആണ്, നിഗൂഢമാണ്, ബാർബേറിയസ് ആണ്, സംസ്കാരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ്. ആൻഡ് ദ എബോർഡ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യം മാത്രമാണ്. ആൻഡ് ഇഗ്നോറൻസ്, അറിവില്ലായ്മ. സ്റ്റേറ്റ്സ് ദാറ്റ്, ഇവിടെ എഡ്വേർഡ് സ്റ്റേറ്റ് പറയുന്നുണ്ട്, ഓറിയൻ്റലിസം ഈസ് എ കൺസ്ട്രക്ഷൻ ഓഫ് ദ വെസ്റ്റ് ടു ലെജിറ്റിമൈസ് കൊളോണിയൽ റൂൾ. കൊളോണിയലിസം അല്ലെങ്കിൽ കൊളോണിയൽ ഭരണത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഓറിയൻ്റലിസം. അതായത് ഈസ്റ്റിലുള്ള ആളുകൾക്ക് വിവരമോ വിദ്യാഭ്യാസമോ ഇല്ല, സംസ്കാരം ഒന്നുമില്ല ഏഷ്യയിലെ ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ ബോധവാന്മാരാക്കാനും അവർക്ക് കുറച്ച് അറിവും സംസ്കാരവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊളോണിയലിസം നടത്തുന്നത് അല്ലെങ്കിൽ കൊളോണൈസേഷൻ നടത്തുന്നത് എന്ന ഈസ്റ്റിൻ്റെ ഒരു ന്യായീകരണമാണ് ഓറിയൻ്റലിസം എന്ന് പറഞ്ഞത്. ഓറിയൻ്റലിസം കംപ്രൈസസ് ദ വെസ്റ്റ് വ്യൂ ഓഫ് ഓറിയൻറ്റ് ആൻഡ് നോട്ട് റിയാലിറ്റി ഓൾ. ഓറിയൻ്റലിസത്തിൽ നമുക്ക് കാണാം വെസ്റ്റ്, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെയാണ് ഈസ്റ്റിനെ കാണുന്നതെന്നാണ്, അത് ഒരിക്കലും യാഥാർത്ഥ്യം അല്ല. സെയ്ദ് ഓൾസോ കാറ്റഗറൈസസ് ഓറിയൻ്റലിസം ഇൻറ്റു ടു. എഡ്വേർഡ് സെയ്ദ് ഓറിയൻ്റലിസത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ലാറ്റൻ്റ് ആൻഡ് മാനിഫെസ്റ്റ്. ഏതൊക്കെയാണ് ലാറ്റൻ്റ് എന്നും മാനിഫെസ്റ്റ് എന്നും. ലാറ്റൻ്റ് ഓറിയലിസം റിസൈഡ്സ് ഇൻ ദ ഇമാജിനേഷൻ ഓഫ് ദ വെസ്റ്റ്. വെസ്റ്റുകാർ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സങ്കല്പത്തിൽ എങ്ങനെയാണോ അതാണ് ലാറ്റൻ്റ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. അത് വെസ്റ്റിൻ്റെ ഇമാജിനേഷൻ മാത്രമാണ്. ഇതൊരു കളക്റ്റീവ് മൊത്തത്തിലുള്ള അവരുടെ സങ്കല്പമാണ്. അതേസമയം മാനിഫെസ്റ്റ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത് ഈസ് ദ ഡെപ്പിക്ഷൻ ഓഫ് ഓറിയൻ ഇൻ വെസ്റ്റേൺ ടെക്സ്റ്റ് ആൻഡ് കൊളോണിയൽ ഡിസ്കോഴ്സസ്. വെസ്റ്റേണിൻ്റെ ടെക്സ്റ്റുകൾ, വെസ്റ്റുകാർ എഴുതുന്ന ബുക്കുകളിൽ അവരുടെ കൊളോണിയലായിട്ടുള്ള സംസ്കാരങ്ങളിൽ എങ്ങനെയാണോ അതാണ്. മാനിഫെസ്റ്റ് ഓറിയൻ്റലിസം ഓൺ ദ അതർ ഹാൻഡ് ഈസ് ദ ഡെപ്പിക്ഷൻ ഓഫ് ഓറിയൻറ്റ്. ഈസ്റ്റിനെ അവർ എങ്ങനെയാണോ വെസ്റ്റേൺ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ കൊളോണിയൽ ഡിസ്കോഴ്സസിൽ പറയുന്നത് അതാണ് മാനിഫെസ്റ്റ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. ആദ്യത്തെ ലാറ്റൻ്റ് എന്ന് പറഞ്ഞ സങ്കല്പമാണെങ്കിൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ എഴുതി തയ്യാറാക്കുന്നതാണ്. വെസ്റ്റുകാർ ഈസ്റ്റുകാരെ പറ്റി എഴുതി തയ്യാറാക്കുന്നതാണ് മാനിഫെസ്റ്റ്, സങ്കല്പിക്കുന്നതാണ് ലാറ്റൻ്റ്. ഓക്കെ, രണ്ടെണ്ണം ശ്രദ്ധിക്കാം. ദ മാനർ ആൻഡ് മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ മേ ചേഞ്ച് അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് പീരീഡ്സ്. പല കാലഘട്ടങ്ങൾക്കനുസരിച്ച് അവരുടെ ആ റെപ്രസെൻറ്റേഷന് മാറ്റം വരാം. ബട്ട് ദ അണ്ടർലൈങ് പാറ്റേൺസ്, പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് പറയാൻ പറ്റില്ല, ദുരുദ്ദേശം സെയിം തന്നെയായിരുന്നു. ബോത്ത് ദ വെറൈറ്റീസ് ഓഫ് ഓറിയൻ്റലിസം, രണ്ട് വെറൈറ്റീസിലും, അതായത് ലാറ്റൻ്റ് ആയിക്കോട്ടെ മാനിഫെസ്റ്റ് ആയിക്കോട്ടെ, രണ്ടിലും സ്റ്റീരിയോ ടൈപ്പുകളാണ്. അവർ മൊത്തത്തിലൊരു ലേബൽ കൊടുക്കുകയാണ്. എന്ത് ലേബലാണ് കൊടുക്കുന്നത്? ഓറിയൻറ്റിലെ ആളുകൾ, അതായത് ഈസ്റ്റിലെ ആളുകൾ ഒരു സംസ്കാരവും വിവരവും ഒന്നുമില്ലാത്ത അൺകൾച്ചേർഡ് ആയിട്ടുള്ള ബാർബേറിയസ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ സംസ്കാരം പഠിപ്പിക്കാനാണ് വെസ്റ്റ് അവിടെ പോയിട്ട് കോളനീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ലേബലിനെയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവരിങ്ങനെ കൊണ്ടുവരുന്ന സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? റേഷ്യലായിട്ടും ജെൻഡറായിട്ടും ഇവർക്ക് ഒരു അധികാരം സുപ്രീമസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആസ് വി ഹാവ് സീൻ എബവ്, നമ്മൾ മുൻപ് കണ്ട പോലെ ഓറിയൻ്റലിസം ഈസ് ഡിഫൈൻഡ് ബൈ വെസ്റ്റേൺ വേൾഡ് വ്യൂ. വെസ്റ്റേണിൻ്റെ ലോകത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാടാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. ദീസ് പെർസ്പെക്റ്റീവ് ക്യാൻ ബി സമ്മർലി ടേംഡ് ആസ്, ഈ ഒരു രീതിനെ നമുക്ക് മൊത്തത്തിൽ യൂറോ സെൻട്രിസിസം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് യൂറോ സെൻട്രിസം? ഖലീൽ ബർക്കറ്റെ കോൾ ഇറ്റ്, ഖലീൽ ബർക്കറ്റെ അതിന് എന്തെന്നാണ് വിളിച്ചത്? ദ യൂറോപ്യൻ ഗെയ്സ് ടേൺഡ് ടുവേർഡ്സ് ബോത്ത് ഇറ്റ് സെൽഫ് ആൻഡ് എക്സ്റ്റേണൽ വേൾഡ് ദ അതർ. യൂറോപ്യൻസിൻ്റെ തുറിച്ചുനോട്ടം എന്നാണ് വിളിച്ചത്. എങ്ങോട്ടുള്ള തുറിച്ചുനോട്ടം? സ്വന്തമായും പുറമെയുള്ള ലോകമായിട്ടുള്ള അവർ വലിയ രാജ്യമായിട്ട് ബാക്കിയുള്ളവരെ ദ അതർ എന്നാണ് വിളിച്ചിരുന്നത്. ഒരേ സമയം യൂറോപ്യൻസ് തങ്ങളെ നോക്കുന്നതും ദ അതറിനെ തുറിച്ചു നോക്കുന്നതുമാണ്
യൂറോസെൻട്രിസിസം എന്ന് വേണമെങ്കിൽ പറയാം. യൂറോസെൻട്രിസിസം എ മെനി ലെയേർഡ് തിങ് ആണ്. ഇറ്റ് ഈസ് എ കോൺഗ്ലോമറേറ്റ് ഓഫ് യൂറോപ്യൻ ആറ്റിറ്റ്യൂഡ്സ്. ഒരു യൂറോസെൻട്രിസിസം എന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ യൂറോപ്യൻ്റെ ചിന്താഗതി, ലോകത്തോടുമൊത്തുള്ള യൂറോപ്യൻസിൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ കാഴ്ചപ്പാട്, ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യൂറോസെൻട്രിസിസം പുട്സ് യൂറോപ്പ് ആൻഡ് ഇറ്റ്സ് വേ ഓഫ് ലൈഫ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഓൾ ഡിസ്കോഴ്സ്. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പ്രകാരം അല്ലെങ്കിൽ യൂറോസെൻട്രിസിസം പ്രകാരം ലോകത്തിൻ്റെ തന്നെ കേന്ദ്രം അവരാണെന്നാണ് അവർ വിശ്വസിച്ചത്. അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെയും എല്ലാ ലൈഫിൻ്റെയും സെൻറ്റർ എന്താണ്? യൂറോപ്പാണ്. അതാണ് യൂറോസെൻട്രിസിസം. ഇറ്റ് ഡിവൈഡ്സ് ഹിസ്റ്ററി, അത് ചരിത്രത്തെ ഡിവൈഡ് ചെയ്യുന്നു, കൾച്ചറിനെ ഡിവൈഡ് ചെയ്യുന്നു, ആൻഡ് ഓൾ നോൺ ഏരിയാസ് ഓഫ് ഹ്യൂമൻ തോട്ട്, മനുഷ്യൻ്റെ എല്ലാ ചിന്തേനെയും ആക്ടിവിറ്റീനെയും ഒക്കെ അത് ഡിവൈഡ് ചെയ്യുന്നു. എല്ലാം യൂറോപ്പിലേക്ക് മാത്രം ഒതുങ്ങുന്നു. രണ്ട് രീതിയിലേക്ക് മാത്രം ലോകം അവർ ഡിവൈഡ് ചെയ്യാണ്. ഏതൊക്കെ? ഒന്ന് യൂറോപ്പും മറ്റൊന്ന് യൂറോപ്പ് അല്ലാത്തതും. അതായത് യൂറോപ്യനും നോൺ യൂറോപ്യനും. അപ്പം എല്ലാത്തിൻ്റെയും കേന്ദ്രം, എല്ലാത്തിലും സുപ്രീമായിട്ട് യൂറോപ്പ് മാറുന്നു. അതിനെയാണ് യൂറോസെൻട്രിസിസം എന്ന് പറയുന്നത്. യൂറോപ്പ് ഓർ സ്പെസിഫിക്കലി വെസ്റ്റേൺ യൂറോപ്പ് സീസ് ദ റെസ്റ്റ് ഓഫ് വേൾഡ് ഇൻ ദ ടേംസ് ഓഫ് സീരീസ് ഓഫ് ബൈനറി. യൂറോപ്പ് അല്ലാത്ത ബാക്കി എല്ലാം എന്താണ്? ഓപ്പോസിറ്റായിട്ട് അവർ കാണുന്നു. ദീസ് ബൈനറീസ് ഗോസ് ലൈക്ക്. എങ്ങനെയാണ് ഈ വ്യത്യാസങ്ങൾ അവർ കണ്ടെത്തുന്നത്? യൂറോപ്പും യൂറോപ്യൻസ് അല്ലാത്തവരും അതിൽ തന്നെ ഒരുപാട് ഓപ്പോസിറ്റ് വ്യത്യാസങ്ങൾ അവർ കണ്ടെത്താണ്. ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? യൂറോപ്യന്മാർ. ഈസ് പ്രോഗ്രസീവ്, പുരോഗമനവാദികളാണ്. ആക്റ്റീവ്, എപ്പോഴും ആക്റ്റീവായിട്ടുള്ളവരാണ്. ഡെമോക്രാറ്റിക്, ജനാധിപത്യമാണ്. മാസ്കുലിൻ, നല്ല പുരുഷത്വമുള്ളവരാണ്. ഡൈനാമിക്, എനർജറ്റിക് ആണ്. അപ്പോൾ അവർക്കെല്ലാം പോസിറ്റീവ്. അതേസമയം ഓറിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലുള്ളവർ, യൂറോപ്യൻസ് അല്ലാത്തവർ. ഈസ്റ്റ് സ്റ്റാഗ്നൻറ്റ്, ഒരു പുരോഗതിയും ഇല്ലാത്തവരാണ്. പാസീവ്, പാസീവായിട്ടുള്ളവരാണ്. ഡെസ്പോട്ടിക്, ഒരു എനർജറ്റിക്കും അല്ല. ഫെമിനൈൻ, സ്ത്രീകളെ പോലെയാണ്. ആൻഡ് ലേസി, മടിയന്മാരാണ്. ടു സൈറ്റ് എ ന്യൂ എന്ന് പറയുന്നു. ബട്ട് യൂറോസെൻട്രിസിസം ഈസ് നോട്ട് ജസ്റ്റ് എ സീരീസ് ഓഫ് ബൈനറീസ് ഓർ എ ജിയോഗ്രഫിക്കൽ കൺസെപ്റ്റ്സ്. ഈ പറഞ്ഞതുപോലെ വെറും ഒരു ഓപ്പോസിറ്റുകളോ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ടുള്ള കൺസെപ്റ്റോ, ഒരു പ്രകൃതി അനുസരിച്ച് ജിയോഗ്രഫിക്ക് അനുസരിച്ച് യൂറോപ്പ് എന്നുള്ള കൺസെപ്റ്റോ മാത്രമല്ല യൂറോസെൻട്രിസിസം എന്ന് പറയുന്നത്. അതൊരു പ്രത്യയശാസ്ത്രമാണ്. ആ രീതിയിലുള്ളൊരു വീക്ഷണകോണാണ്. ഐഡിയോളജിക്കൽ പേഴ്സ്പെക്റ്റീവാണത്. ദാറ്റ് സ്പെസിഫൈസ് ദാറ്റ് യൂറോപ്പ് ഈസ് ദ സീറ്റ് ഓഫ് ഓൾ ലേണിംഗ് ആൻഡ് സിവിലൈസേഷൻ. എല്ലാ അറിവുകളുടെയും എല്ലാ പഠനത്തിൻ്റെയും എല്ലാ സംസ്കാരങ്ങളുടെയും ഉറവിടം, സീറ്റ് യൂറോപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് യൂറോസെൻട്രിസിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെർ ഓൾ ബ്രാഞ്ചസ് ഓഫ് നോളേജ് ഒറിജിനേറ്റഡ്. ആ ഒരു രീതി പ്രകാരം, ആ പ്രത്യയശാസ്ത്രം പ്രകാരം യൂറോപ്പിലാണ് എല്ലാ രീതിയിലുള്ള നോളേജിൻ്റെ, അറിവിൻ്റെ ശാഖകളും ഉറവെടുത്തത് എന്നാണ് പറയുന്നത്. ആസ് എ സിസ്റ്റം ഓഫ് നോളേജ്, അറിവാണത്. ഇറ്റ് എക്സാംപ്ലിഫൈസ് ഹൗ യൂറോപ്പ് ഈസ് പോർട്രേഡ് ആസ് ഒറിജിനേറ്റർ ഓഫ് ഓൾ ഡെവലപ്മെൻറ്റ്സ്. എല്ലാ വികസനത്തിൻ്റെയും ഒറിജിനേറ്റർ, പ്രത്യേകിച്ചും ഡെമോക്രസി, സോവേണിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് എല്ലാത്തിൻ്റെയും. ആൻഡ് ഹൗ ദാറ്റ് നെറേറ്റീവ് സ്ട്രക്ചേഴ്സ് ദ ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ ഹയറാർക്കീസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് നോളേജ്. എല്ലാ മേഖലയിലും അവർ ഉയർന്നു നിൽക്കും. യൂറോസെൻട്രിസം സെലിബ്രേറ്റ്സ് ദ സ്പേഷ്യോ ടെമ്പറൽ പൊസിഷനിങ് ഓഫ് യൂറോപ്പ്. എല്ലാത്തിൻ്റെയും മുൻപിൽ യൂറോപ്പിനെ ആസ് എ സെപ്പറേറ്റ് ജിയോഗ്രഫിക് യൂണിറ്റ് ആൻഡ് ആസ് എഹെഡ് ഇൻ ടൈം റെസ്പെക്റ്റീവ്ലി. ദിസ് ബൈനറി ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ അനാലിറ്റിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്. ഇത് വ്യക്തമായിട്ടൊരു സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട്. പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിൽ യൂറോസെൻട്രിസിസത്തെ പറ്റി പഠിച്ചിട്ടുള്ള നമുക്ക് വ്യക്തമായിട്ട് കാണാം. യൂറോപ്യൻ ഹെൽസ് ദംസെൽഫ് ആസ് സുപ്പീരിയർ റേസ്. യൂറോപ്യൻസ് സ്വന്തമായി പറഞ്ഞു ഞങ്ങളാണ് ഏറ്റവും വലിയ റേസ് എന്ന്. ദേ തോട്ട് ഇറ്റ് വാസ് ദെയർ ഡ്യൂട്ടി ടു റൂൾ. അവർ വിശ്വസിക്കുകയാണ്, അവർ ചിന്തിക്കുകയാണ് ഞങ്ങളുടെ കടമയാണ് ഭരിക്കുക എന്നുള്ളത്. സബ്ജുക്കേറ്റ്, മറ്റുള്ളവരെ മുകളിൽ കയറി ഭരിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, ഭരണം. ആൻഡ് റെഗുലേറ്റ് ദ ബാർബേറിയൻസ്, അറിവില്ലാത്തവരെ, വിവരമില്ലാത്തവരെ റെഗുലേറ്റ് ചെയ്യുക. ഹു ഹാവ് നോ കൾച്ചർ, കാരണം അവർക്ക് സംസ്കാരമില്ല, സിവിലൈസേഷൻ ഇല്ല. ഓർ ഡിസയർ ഫോർ റിഫൈൻമെൻറ്റ്, ഒരു മാറണം എന്നുള്ള ചിന്താഗതി ഇല്ല. അവരെ മൊത്തം നല്ല രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് യൂറോപ്യൻസ് വിശ്വസിക്കുകയാണ്. ദ ബിലീവ്ഡ് ദാറ്റ്, അവർ വിശ്വസിക്കുകയാണ്
കൊളോണിയൽ റൂൾ വാസ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് കൊളോണൈസ്ഡ്. ഇങ്ങനെയുള്ള കോളനിയിലുള്ള ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കൊളോണിയൽ റൂൾ എന്ന് യൂറോപ്യൻസ് വിശ്വസിക്കുകയാണ്. ആൻഡ് ജസ്റ്റിഫൈഡ്, അതുകൊണ്ട് തന്നെ ന്യായീകരിക്കുകയാണ് ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണം, ആസ് റിന്യൂമറേഷൻ, അതൊരു പ്രതിഫലമായിട്ടാണ് അവർ കാണുന്നത് ആ ചൂഷണത്തെ. റിന്യൂമറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലം. ഫോർ ദെയർ ടോയിൽ ഇൻ ദ പ്രോസസ് ഓഫ് കൊളോണൈസേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് സിവിലൈസേഷൻ ടു ദ ഹിൻഡർലാൻഡ്സ്. യാതൊരു സംസ്കാരവും ഇല്ലാത്ത ഹിൻഡർലാൻഡ്സ് ആയിട്ടുള്ള ഏഷ്യ, ആഫ്രിക്ക പോലുള്ള അടുത്ത ജനങ്ങൾക്ക് അറിവും സംസ്കാരമൊക്കെ കൊടുക്കുന്നത് തങ്ങളുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ തങ്ങൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ടാണ് അവിടുത്തെ എക്കണോമിക്കായിട്ടുള്ള അവരുടെ സമ്പത്ത് ഞങ്ങൾ സ്വീകരിക്കുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ഒരു അർഹത അല്ലെങ്കിൽ ഒരു കടമ അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശമായിട്ടാണ് യൂറോപ്യൻസ് കാണുന്നത്. ഇതും യൂറോസെൻട്രിസിസത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്, യൂറോസെൻട്രിസിസം അതുപോലെ തന്നെ ഓറിയൻ്റലിസം. അപ്പോൾ അത് രണ്ടും പഠിച്ചു വരിക. ഓക്കെ, താങ്ക് യു.